മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം. ദിലീപ് ആദ്യമായി പ്രധാന വേഷത്തിലെത്തിയ മാനത്തെ കൊട്ടാരം സിനിമയുമായി ബന്ധപ്പെട്ട് പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകനും കലാസംവിധായകനുമായ നേമം പുഷ്പരാജ് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സഫാരി ടിവിയുടെ ചരിത്രമിനിലൂടെ എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഥാവശേഷൻ എന്ന സിനിമയുടെ ചിത്രീകരണം തുടങ്ങിയത് കൽക്കട്ടയിലാണ്. കൽക്കട്ടയിൽ നിന്ന് കാളിക്കട്ടയിലേക്ക് താനും ദിലീപും ഒരുമിച്ച് പോവുകയായിരുന്നു. അന്ന് ആ കാറിൽ ഞാനും ദിലീപും പിന്നെ അയാളുടെ ഒരു അസിസ്റ്റന്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. കുറെ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ദിലീപ് എന്നോട് ചോദിച്ചു, പുഷ്പേട്ട പഴയ ആ ഇന്റർവ്യൂ ഓർക്കുന്നുണ്ടോ എന്ന്. ഞാൻ അത്ഭുതപ്പെട്ടു. ഏത് ഇന്റർവ്യൂ എന്ന് ചോദിച്ചപ്പോൾ മാനത്തെ കൊട്ടാരം എന്ന സിനിമയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നത്. എനിക്കത് വല്ലാത്തൊരു അത്ഭുതമായി തോന്നി. കാരണം ആ സമയമായപ്പോഴത്തേക്കും ദിലീപിന് വല്ലാണ്ട് പ്രശസ്തനായി നിൽക്കുകയാണ്. അത്തരമൊരു നിലയിലേക്ക് എത്തിയ ഒരാൾ ആദ്യകാലത്ത് നടന്ന ഒരു ഇന്റർവ്യൂവിനെ കുറിച്ച് ആലോചിക്കുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. മാനത്തെ കൊട്ടാരം സിനിമയുടെ സംവിധായകൻ സുനിലായിരുന്നു. സിനിമയിലേക്ക് ഒരു നായകനെ വേണം, മിമിക്രി നന്നായിട്ട് ചെയ്യുന്ന ഒരാളെയാണ് വേണ്ടത്, പുതുമുഖമായിരിക്കണം. അങ്ങനെ ഇന്റർവ്യൂവിന് എല്ലാം പ്ലാൻ ചെയ്തു. എറണാകുളത്തെ ഓർക്കിഡ് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ഇന്റർവ്യൂ. കൂടുതലും ചെറുപ്പക്കാരായിരുന്നു. വന്നവരെല്ലാം തനിക്ക് അറിയുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുൻപ് അതിന്റെ പ്രൊഡ്യൂസർ ഹമീദിക പുറത്തേക്ക് പോയി. സ്ക്രിപ്റ്റ് എഴുതിയവരിൽ ഒരാളായ അൻസാർ കലാഭവനും ഉണ്ടായിരുന്നു. കലാഭവനിൽ നിന്നും ഒരുപാട് പേർ വന്നതിനാൽ അദ്ദേഹം അഭിമുഖത്തിന് നിൽക്കാതെ പുറത്തേക്ക് പോയി. പിന്നെ ഞാനും സുനിലുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ മുന്നിൽ വന്നിട്ടാണ് ഈ മിമിക്രി ആർട്ടിസ്റ്റുകൾ മുഴുവൻ സീൻ ആക്ട് ചെയ്ത് കാണിക്കുന്നത്. പിന്നീട് പ്രശസ്തരായ ഒരുപാട് പേർ അന്ന് അഭിമുഖത്തിന് വന്നിരുന്നു. സിനിമയിൽ മുഖം കാണിച്ച ചിലരും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. സുനിൽ അതിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തപ്പോഴാണ് ഞാൻ പറയുന്നത് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആ ഉയരം ആളാണെന്ന്. പേരൊന്നും കൃത്യമായി അറിയില്ലായിരുന്നു. എന്റെ വാക്ക് കേട്ട സുനിലും അത് ശരിവെച്ച് അദ്ദേഹത്തെ വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും വിളിപ്പിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു നോക്കി സിനിമയിലെ നായകനെ തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നതും ദിലീപായി മാറുന്നതും. ആ ഒരു കാര്യമാണ് ദിലീപ് കൽക്കട്ടയിൽ വെച്ച് എന്നെ ഓർമ്മപ്പെടുത്തിയത്. അതെനിക്ക് വലിയ അത്ഭുതമായി തോന്നിയെന്നും നേമം പുഷ്പരാജ് പറയുന്നു. 80-ലധികം ചലച്ചിത്രങ്ങളിൽ കലാസംവിധായകനായി പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ എടുത്തു പറയാവുന്ന വർക്കുകളാണ് ഡാനി, മങ്കമ്മ, ശാന്തം, കണ്ണകി, പൈതൃകം തുടങ്ങിയവ. 2003-ൽ ഗൗരി ശങ്കരം എന്ന ചിത്രത്തിലൂടെ സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം മികച്ച നവാഗത സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ 5 സംസ്ഥാന അവാർഡുകളും 6 ഫിലിം ക്രിട്ടിക്സ് അവാർഡുകളും നേടി. ബനാറസ്, ക്രോസ് റോഡ് എന്നിവയാണ് അദ്ദേഹം സംവിധാനം ചെയ്ത മറ്റു ചിത്രങ്ങൾ. 2017-ൽ കേരള ലളിതകലാ അക്കാദമി ചെയർമാനായി നിയമിതനായ അദ്ദേഹം ചിത്രകലയിലും സാഹിത്യത്തിലും മികച്ച സംഭാവനകൾ നൽകിയ കലാകാരനാണ്. ഇതിനിടെ 2017-ലെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയായി ചേർക്കപ്പെട്ടതിനു ശേഷം ദിലീപിന്റെ സിനിമാ ജീവിതം വലിയ തിരിച്ചടികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. താരസംഘടനയായ അമ്മ അടക്കം പ്രധാന സംഘടനകളിൽ നിന്നെല്ലാം ദിലീപിന് പുറത്തു പോകേണ്ടി വന്നതായി പറയുന്നു. രാമലീല ഒഴികെ പുറത്തുവന്ന ചിത്രങ്ങളെല്ലാം വലിയ പരാജയമാണ് നേരിട്ടത്. ജനപ്രിയ നായകൻ എന്നറിയപ്പെടുന്ന ദിലീപിൽ നിന്ന് വലിയൊരു വിഭാഗം പ്രേക്ഷകർ അകന്നു പോയപ്പോൾ മറ്റൊരു വിഭാഗം നടനൊപ്പം ഉറച്ചു നിന്നു. ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം തിയേറ്ററുകളിൽ നല്ല രീതിയിൽ ഓടുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് ദിലീപിന്റെ ജീവിതവുമായി ബന്ധമാണെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുകയാണ്. എന്നാൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സിനിമയിലൂടെ പറയില്ലെന്നും അതിന് ഒരു ദിവസം വരുമെന്നും ദിലീപ് പറയുന്നു. പ്രിൻസ് ആൻഡ് ഫാമിലി ടീമും മൊത്തമുള്ള ഒരു പത്രസമ്മേളനത്തിനിടെയായിരുന്നു നടന്റെ പ്രതികരണം. ദിലീപിന്റെ വാക്കുകൾ എങ്ങനെയാണ്? രാമലീല എന്ന സിനിമ മുഴുവൻ ഷൂട്ടിങ്ങും ഡബിങ്ങും കഴിഞ്ഞതിനു ശേഷമാണ് തന്റെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട വിഷയങ്ങൾ ഉണ്ടായത്. പക്ഷേ സിനിമയും ജീവിതവും തമ്മിൽ എന്തോ കണക്ഷൻ പോലെ വന്നത് യാദൃശ്ചികമായിട്ടാണ്. ഇതിൽ ഏതാണ് സത്യമെന്ന അവസ്ഥയിലേക്ക് പ്രേക്ഷകർ എത്തി. അവർക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ തോന്നി. ചിലത് അങ്ങനെ സംഭവിക്കുന്നതാണ്. ഒരിക്കലും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല. തന്റെ കഥാപാത്രങ്ങൾ എന്ത് പറയുന്നു അതാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കഥാപാത്രങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത്, അല്ലാതെ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാൻ എഴുത്തുകാരും സമ്മതിക്കില്ല. അതും കൂടി കയറ്റിക്കോ എന്ന് പറഞ്ഞാൽ അവർ അത് സമ്മതിക്കില്ല. കാരണം അങ്ങനെ വരുന്ന സാധനങ്ങൾ മുടച്ചു നിൽക്കും, അതിന് ഫീൽ ഉണ്ടാകില്ല. അത് വേറെ ഒരാളെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. താൻ ഇത്രയും കാലം കഴിഞ്ഞ 8 വർഷമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചിട്ടില്ല. സിനിമയെക്കുറിച്ചല്ലാത്ത ഒരു വിഷയവും സംസാരിച്ചിട്ടില്ല. കാരണം തനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല. തനിക്ക് ഇന്ന കാര്യം സംസാരിക്കാൻ പാടില്ല, ഇന്നത് സംസാരിക്കാമെന്നുണ്ട്. പക്ഷേ ദൈവം എനിക്ക് നിങ്ങളോട് സംസാരിക്കാവുന്ന ആ ഒരു ദിവസം തരും. ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം. അല്ലാതെ സിനിമകളിലൂടെ തനിക്ക് പറയാനുള്ളത് താൻ പറയില്ല. സിനിമകളിലൂടെ പറയുന്നത് തന്റെ കഥാപാത്രം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ സിനിമയിലെ സാഹചര്യം ആവശ്യപ്പെടുന്നത് മാത്രമേ തന്റെ കഥാപാത്രം സംസാരിക്കുന്നുള്ളൂ എന്നാണ് ദിലീപ് പറഞ്ഞത്. അതേസമയം ദിലീപിന്റെ വാക്കുകളോട് പ്രേക്ഷകർക്ക് സമ്മിശ്ര രീതിയിലുള്ള പ്രതികരണമാണ് ഉയർന്നത്. മലയാളികൾക്ക് തിരിച്ചറിവുണ്ട്, അത് മറച്ചുവെച്ചിട്ട് കാര്യമില്ല. എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ കണ്ട സിനിമ CID മൂസയാണ്. ആ സംഭവത്തിന് ശേഷം കണ്ടിട്ടില്ല, ഇനി കാണുകയുമില്ല. നിങ്ങളെ പടവും കാണില്ല, ഉറപ്പ് സേട്ട എന്നാണ് ഒരു കമന്റ്. നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അത് മഞ്ജു കൂടെ ഉണ്ടായിരുന്നപ്പോൾ. ഒരു കാര്യമില്ലാതെ മഞ്ജു പറയില്ല. എത്ര വീടുണ്ടെങ്കിലും, എത്ര കാറുണ്ടെങ്കിലും, എത്ര പണമുണ്ടെങ്കിലും അവൻ നല്ലവനാകുന്നത് ഒരു സ്ത്രീ ആദരിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴുമാണെന്ന് എത്ര ആദരവുണ്ടെന്ന് അവരുടെ നെഞ്ചുപൊട്ടിയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം. നിങ്ങൾ ഒന്ന് കഴിഞ്ഞ് അടുത്ത് കല്യാണം കഴിച്ചു, അവരോ ഇപ്പോഴും പഴയ രീതിയിൽ മുൻപോട്ട്.
തീയില്ലാതെ പുക ഉണ്ടാവില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് 90 ദിവസം ജയിലിൽ കിടന്നു? കോടികൾ ചെലവാക്കി ഇപ്പോഴും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, സ്നേഹം നഷ്ടപ്പെട്ടു. അത് മഞ്ജു പോയതോടുകൂടി എന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്ന മറ്റൊരു പ്രതികരണം. ദിലീപിനെ പിന്തുണച്ചും പ്രതികരണങ്ങളുണ്ട്. വിധി വന്ന ശേഷം അയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഫുൾ കോൺഫിഡൻസിൽ തന്നെ വിധി എത്രയും വേഗം വരട്ടെ. 2017 ഇന്റർവ്യൂ ആണ് മലയാളത്തിലെ ഏറ്റവും വ്യൂ ഉള്ള ഇന്റർവ്യൂ. അതുപോലെ ഒരു ദിവസം ജനങ്ങളോട് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയും എന്നാണ് നടനെ പിന്തുണച്ചുള്ള മറ്റൊരു പ്രതികരണം.